ഇന്ന് നമുക്ക് തക്കാളി കൊണ്ട് നല്ല രുചിയിലൊരു പച്ചടി തയ്യാറാക്കാം. അപ്പോൾ ആദ്യമേ നമുക്കതിന് അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ 1 കപ്പ് തേങ്ങയിലോട്ട് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം. പിന്നെ 200 ഗ്രാം തക്കാളിയും 4 പച്ചമുളകും ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് മൺചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് അത്യാവശ്യം നല്ലതായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതിപ്പം പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഈ അരച്ച് വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ 1/2 ടീസ്പൂൺ കടുക് ചതച്ചതും ചേർത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. 2-3 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ ഈ അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിടണം. ചൂടോടെ തൈര് ഒഴിക്കരുത്. കുറച്ചൊന്ന് ആറി കഴിച്ചിട്ട് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഇതിപ്പം ഒന്ന് ആറിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. 250 ml. കുറച്ച് കട്ടിയുള്ള തൈരായിരിക്കണം. ഓവറായിട്ട് പുളിക്കരുത്, മീഡിയമായിട്ടുള്ള പുളി. പിന്നെ പോരാത്ത ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി മാറ്റി വെക്കാം. ഇതിലോട്ട് കടുക് വറുക്കാൻ വേണ്ടി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലോട്ട് 1/2 ടീസ്പൂൺ കടുകും 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇളക്കി നമുക്ക് ആ പച്ചടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി എടുക്കാം. നല്ല സ്വാദിഷ്ടമായ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്.